ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനൊരു നെയ്വട ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. നെയ്വട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ആദ്യം ഇതിനായിട്ട് കുറച്ച് തൈര് എടുത്തു, പിന്നെ നെയ്യ് എടുത്തു. നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പം നെയ്യ് കുറച്ചധികം എടുക്കണം, കാരണം നെയ്വടയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യുടെ ആ ഒരു ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. നെയ്യ് ആഡ് ചെയ്തു. അതിനുശേഷം ഒരു സ്വല്പം ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് സോഡ ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. മൈദ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അത് കണക്ക് നല്ല കട്ടിയുള്ള രീതിയിൽ കുഴയ്ക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് നമ്മൾ പഞ്ചസാരപ്പാനി ചേർക്കുന്നുണ്ട്, അപ്പം നന്നായിട്ട് പഞ്ചസാരപ്പാനി എല്ലായിടത്തും പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ച് ഞാനിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഈ കാണുന്ന ഷേപ്പിൽ അത് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയാണ് ഇട്ടത് വീഡിയോ. അപ്പം ആ ഷേപ്പിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഈ ഒരു ഷേപ്പിൽ വടയുടെ, നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഇല്ലേ, ആ ഒരു വടയുടെ ഷേപ്പ്, അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒന്ന് പരത്തി അതുപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തു. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്, എന്നാലേ ഉള്ളു നന്നായിട്ട് വെന്തത് കരിയാതെ കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ പഞ്ചസാര ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ കുറച്ച് മാത്രമേ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 സ്പൂണോളം പഞ്ചസാര മാത്രമേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. കാരണം പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് മാത്രം ആഡ് ചെയ്തത്. അതിലേക്ക് ഏലക്കായും പൊടിച്ചു, വെള്ളവും എല്ലാം കൂടി ചേർത്ത് ഒരു പാനി, അറിയാലോ പഞ്ചസാര പാനി ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഞാൻ ഈ നമ്മുടെ വട അതിലേക്ക് അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. വട ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് അത് അതായത് നന്നായിട്ട് ആ പഞ്ചസാര പാനി അതിനകത്ത് പിടിക്കുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം അതെടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സംഭവം. എനിക്ക് സ്വീറ്റ് ഇഷ്ടമല്ലാത്ത എനിക്കും ഒരു ഇഷ്ടം.